മുംബൈ അല്ലെങ്കിൽ ബോംബെയിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ് ബോംബെ സാൻഡ്വിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോംബെ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ബോംബെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആവശ്യം നമുക്ക് ഗ്രീൻ ചട്നിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മല്ലിയില, അരക്കപ്പോളം മല്ലിയില. മല്ലിയിലയുടെ തണ്ടും ഇല, വലിയ കട്ടിയായിട്ടുള്ള തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ബാക്കി തണ്ടും ഇലയും എല്ലാം കൂടെയാണ് നമ്മൾ ചോപ്പ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പുതിന ഇല, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, അര നാരങ്ങയുടെ നീര്, ഉപ്പ് ഒരു ടേസ്റ്റിന് അനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഹീപ്ഡായിട്ട് ഇട്ടു. ജീരകം പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതേപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഐസ് ഇടുന്നത് മിക്സി ചൂടാവാണ്ടിരിക്കും, മാത്രമല്ല എൻ്റെ കളർ നഷ്ടപ്പെടാണ്ട് നല്ല ഗ്രീൻ കളറിൽ തന്നെ കിട്ടും. അപ്പോൾ ചട്നി നമുക്കൊരു ബോളിലേക്ക് ഒഴിക്കാം. സ്പൈസിയാണ്, 2 മുളക് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പൈസിയാണ്. അപ്പം നമ്മുടെ ചട്നി റെഡിയാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്പൈസ് മിക്സ് ഉണ്ടാക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടി, ആംചൂർ പൗഡർ. ആംചൂർ എന്ന് പറയുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. അപ്പോൾ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. അതോടെ ചേർക്കാം 1/2 ടീസ്പൂൺ. നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന മിക്സ് ഇച്ചിരി കൂടുതലായിരിക്കും, നമുക്ക് ഇത്ര ആവശ്യം വരത്തില്ല. എങ്കിൽ അത് സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പല പ്രാവശ്യമായിട്ട് നമുക്ക് സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കാം. ചാട്ട് മസാല 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് സോൾട്ട് കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ തന്നെയാണ് വേണ്ടത് ബ്ലാക്ക് സോൾട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ സ്പൈസ് മിക്സ്. ഇതിനകത്തേക്ക് ഒന്നുകൂടെ സ്പൈസി ആക്കണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കൂടെ വേണം ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്പൈസ് മിക്സും റെഡിയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാനായിട്ടാണ്. നമ്മളിപ്പോൾ 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 3 ബ്രെഡാണ് വേണ്ടത്. ബ്രെഡിലേക്കെല്ലാം ബട്ടർ അപ്ലൈ ചെയ്യുക. ഇനി എല്ലാത്തിലും നമ്മൾ ഉണ്ടാക്കിയ ചട്നി സ്പ്രെഡ് ചെയ്യണം. അടുത്തായിട്ട് ഇത് ഞാൻ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചേക്ക് 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. അത് ലെയർ ചെയ്യുക. ഇച്ചിരി സ്പൈസ് മിക്സ് സ്പ്രിങ്കിൾ ചെയ്യാം. അതിൻ്റെ മേലെ കുറച്ച് സവോള, ഫ്രഷ് അണിയൻസ് ആണ്. അടുത്ത സാൻഡ്വിച്ച് അതിൻ്റെ പുറത്തേക്ക് വെക്കാം. ഇതിന് മേലെ ടൊമാറ്റോസ്.
ഇതിൻ്റെ പുറത്ത് ക്യാപ്സിക്കം. ഇതിൻ്റെ പുറത്ത് വീണ്ടും നമ്മുടെ സ്പൈസ് മിക്സ് സ്പ്രിങ്കിൾ ചെയ്യാം ലൈറ്റായിട്ട്. ഇനി ചീസ് സ്ലൈസ് വെക്കാം. നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സ്ലൈസിൻ്റെ പുറത്ത് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ കെച്ചപ്പും കൂടെ ഒഴിക്കും. ഇത് വെച്ച് കവർ ചെയ്യാം. എപ്പോഴും കവർ ചെയ്യുന്ന സ്ലൈസിൻ്റെ പുറത്തും ബട്ടർ തേക്കണം. നമ്മൾ ടോസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതേപോലെ ഏറ്റവും അടിയിരിക്കുന്ന സ്ലൈസിൻ്റെ പുറത്തും നമ്മൾ 2 സൈഡിലും ബട്ടർ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് തവയെ വെച്ചിട്ട് ചെയ്യാം, ടോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഗ്രിൽ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യാം. ഞാൻ ഏറ്റവും അടിയിലത്തെ ലെയറിൽ ബട്ടർ തേക്കാത്തതുകൊണ്ട് ഗ്രില്ലിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യുക. രണ്ട് സൈഡ് ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഗ്രിൽ ചെയ്തെടുക്കാം. ആയിട്ടുണ്ടാവും, ചെക്ക് ചെയ്യാം. സ്ലൈസ് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റി സാൻഡ്വിച്ചാണ്. എളുപ്പമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇത് നമുക്ക് ഡയഗണലി ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ഇരിക്കും. ഈ ഒരു ബോംബെ സാൻഡ്വിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വരുമ്പം പെട്ടെന്ന് ചൂടോടെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. എല്ലാ ഏജുകാർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്കൂളിൽ മാത്രമല്ല, ഓഫീസിൽ പോകുന്നവർക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.